മനസ്സിൽ നിന്നൊരു കഥ. ഞാൻ ഇന്ന് ഇവിടെ പറയുവാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അനുഭവമാണ്. ഞങ്ങളുടെ കൊച്ചു ഗ്രാമം, അടുത്ത ഒരു മലയും അതിൻ്റെ മുകളിൽ ഒരു ശിവന്റെ അമ്പലവും ഉണ്ട്. ഇത്ര നെറുകയിൽ ആയിട്ടും ഒരിക്കലും വറ്റാത്തൊരു കിണർ, നല്ല ആഴത്തിലുള്ളതും ഉണ്ട്. അത് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതിൻ്റെ അടി മുതൽ മുകൾ വരെ നല്ല നീളമുള്ള വെട്ടുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പഴമക്കാർ പറയുന്നത് അത് ഭൂതത്താന്മാർ പണിതിട്ടുള്ളതാണെന്നാണ്. അതെന്തുമാകട്ടെ, മലയിൽ നിന്നും മഴക്കാലത്ത് മാത്രം വെള്ളം വരുന്ന കാട്ടരുവികൾ അവിടെ പോയി ആ സമയത്ത് കുളിക്കാനും അതിൽ തുള്ളിച്ചാടാനും പോകുമായിരുന്നു. അടുത്തു തന്നെ ഒരു അമ്പലക്കുളവുമുണ്ട്. ഒരുപാട് പടവുകൾ കെട്ടിയിട്ടുള്ള ആഴമുള്ള കുളമാണ്. അവിടെ ഒരു ദിവസം ചേച്ചിയും അനുജത്തിയും കൂടി അലക്കാൻ പോയി. അലക്ക് കഴിഞ്ഞപ്പോൾ ഒന്ന് കുളിക്കാം എന്ന് അനുജത്തി പറഞ്ഞു. വേണ്ട, നീന്തൽ അറിയാതെ കുളത്തിൽ കുളിക്കാൻ നിൽക്കണ്ട, ചേച്ചിയുടെ താക്കീത്. അതിനുശേഷം ചേച്ചി പടവിൽ നിന്നു തന്നെ വെള്ളം കൈകളിലെടുത്ത് തലയിലൊഴിച്ച് കുളിക്കാൻ തുടങ്ങി. ആ സമയം അനുജത്തി ചേച്ചിയോട്, കുളത്തിൽ വന്ന് ഇങ്ങനെയാണോ കുളിക്കുക? മുങ്ങി കുളിക്കണം. കുളിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മൂക്കു പിടിച്ച് 1-ാം പ്രാവശ്യം മുങ്ങി. അടുത്ത മുങ്ങൽ സമയം പടവിലെ കാല് തെറ്റി കുളത്തിലേക്ക് നീങ്ങിപ്പോയി തുടങ്ങി. പെട്ടെന്ന് ചേച്ചി കണ്ടു, ഒരു കൈ പുറത്ത് കാണാം. ചുറ്റുവട്ടത്ത് ഒരാൾ പോലും ഇല്ല. അനിയത്തി വെള്ളം കുടിച്ചു തുടങ്ങി. പെട്ടെന്ന് ചേച്ചി അലക്കിയ ഒരു മുണ്ടെടുത്തെറിഞ്ഞു. ഭാഗ്യമെന്ന് പറയട്ടെ, അത് ആ കയ്യിൽ തൊട്ടതും ചേച്ചി വലിച്ചു. പെട്ടെന്ന് തന്നെ അനിയത്തി പൊങ്ങുകയും വലിച്ചപ്പോൾ പെട്ടെന്ന് അടുത്തെത്തി കൈ പിടിച്ച് പടവിനോട് ചേർത്ത് നിർത്തി. അപ്പോൾ അനിയത്തി നിന്ന് പൂക്കുല പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നന്നായി പേടിച്ചിട്ട് ഉണ്ടായിരുന്നു. ചേച്ചി ചോദിച്ചു, നിനക്ക് പേടിയുണ്ടോ? ഇല്ല, മറുപടി പറഞ്ഞു. ഞാൻ തല തുവർത്തുന്നത് കൊണ്ടാണ് വിറയ്ക്കുന്നത് എന്ന് പറഞ്ഞ് സ്വയം പേടിയെ പിടിച്ചു നിർത്തി. 2 പേരും കൂടി ഒരു തീരുമാനമെടുത്തു. വീട്ടിൽ അറിയിക്കേണ്ട, ആരോടും പറയണ്ട. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇത് ചേച്ചിയുടെ വീട്ടുകാരോട് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞ് ഏകദേശം ആ സമയത്ത് ഒരാൾ അതിൽ വീണ് മരിച്ചുപോയി. അന്ന് ആ മനുഷ്യനെ കാണാൻ പോയി വന്നവർ പറഞ്ഞു, ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ മോളായിരുന്നേനെ. അപ്പോഴാണ് വീട്ടുകാർ അറിയുന്നത്. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു ഇത്, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും. രണ്ടാമതും ഒന്നുകൂടിയുണ്ട്. ആ അനുജത്തിയുടെ ആ അഹംഭാവം, കുളി എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്ത ആ അഹംഭാവം കൂടി അതിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് എൻ്റെ ഈ അനുഭവ കഥ ഞാൻ അവസാനിപ്പിക്കുന്നു.